കൊച്ചി കുണ്ടന്നൂരിൽ ഒരു മുഖംമൂടി കവർച്ചാ കേസ് പ്രേക്ഷകരുടെ ഓർമ്മയിലുണ്ടാകും. ആ കേസിൽ അഭിഭാഷകൻ ഉൾപ്പെടെ കൂടുതൽ പ്രതികൾ അറസ്റ്റിലായിരിക്കുന്നു എന്ന വാർത്തയാണ് നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. മുഖംമൂടി ധരിച്ചെത്തിയ സംഘാംഗം ഉൾപ്പെടെ പിടിയിലായിരിക്കുന്നു. 7 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേർന്നു. ഉമേഷ്, അഭിഭാഷകനടക്കമാണ് ഇപ്പോൾ ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഈ മുഖംമൂടി സംഘത്തിൽ മുഖംമൂടി ധരിച്ചെത്തിയ ഒരാളും പിടിയിലായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതെ മനു, യഥാർത്ഥത്തിൽ ഇന്നലെ തന്നെ ഈ കേസിൽ ഈ അഭിഭാഷകൻ അടക്കമുള്ളവരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തി, ഇന്നലെ രാത്രി വൈകിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയത്. അതിനുശേഷമാണ് ഇതിൽ കൂട്ടത്തിൽ ഒരാൾ അഭിഭാഷകനാണ് എന്നുള്ള വിവരം പുറത്തു വരുന്നത്. ഈ കവർച്ചാ സംഘത്തിന് സഹായം നൽകിയവർ ഉൾപ്പെടെയുള്ളവരാണ് ഇന്നലെ കസ്റ്റഡിയിലായത്. അതിൽ ഈ അഭിഭാഷകൻ അടക്കമുള്ളവർ ഈ കവർച്ചയുടെ സൂത്രധാരനാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇതോടെ ഈ കേസിൽ ആകെ പിടിയിലാവുന്നവരുടെ എണ്ണം 7 പേരാവുകയാണ്. ഇതിൽ 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും അവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ബാക്കി 2 പേർ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. അവരുടെ കൂടി അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. ഇതിൽ ആദ്യം സജി എന്ന് പറയുന്ന ഈ തട്ടിപ്പിന്റെ ഒരു ഇടനിലക്കാരനെ നേരിടുന്ന സജി പറയുന്നയാളാണ് ആദ്യം അറസ്റ്റ് ചെയ്തത്. അതുകൂടാതെ തൃശൂർ സ്വദേശി വിഷ്ണു, മറ്റ് 6 മുതൽ 9 വരെ പ്രതികളായ വടുതല സ്വദേശി നേരത്തെ സൂചിപ്പിച്ച സജി, ഒപ്പം ഈ അഭിഭാഷകനായ അയാൾ എറണാകുളം ശാസ്ത്ര ടെമ്പിൾ റോഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. നിഖിൽ നരേന്ദ്രൻ എന്നാണ് ഈ അഭിഭാഷകന്റെ പേര്. അയാളുണ്ട്. പള്ളുരുത്തി സ്വദേശി കെ ബുഷ്ര, ചേരാനല്ലൂർ സ്വദേശി ഇക്ബാൽ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തി അവരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു തട്ടിപ്പ് ആസൂത്രണം ചെയ്ത് 81 ലക്ഷം രൂപ കവർന്നതിനൊക്കെ നേതൃത്വം നൽകിയത് ഈ അഭിഭാഷകനടക്കമുള്ളവരാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം ഇക്കൂട്ടത്തിൽ ഈ കസ്റ്റഡിയിലായ 2 പേരിൽ ഒരാൾ ഈ മുഖംമൂടി സംഘത്തിൽ ഒരാളാണ് എന്നുള്ള സൂചനയുണ്ട്. പക്ഷെ അത് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. 3 പേരാണ് മുഖംമൂടി ധരിച്ചെത്തിയത്. ബാക്കിയുള്ളവർക്ക് വേണ്ടി പോലീസ് അന്വേഷണം തുടരുകയാണ്. ഇതുകൂടാതെ ജോജി എന്ന് പറയുന്നയാളും ഈ കൂട്ടത്തിൽ ഈ കവർച്ചയുടെ ഭാഗമായി ഉൾപ്പെട്ടിട്ടുണ്ട്. അയാളെയും കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ ഇനി 3 പേരാണ് ഇനി പിടിയിലാകാനുള്ളത്. നിലവിൽ 7 പേർ പിടിയിലായിട്ടുണ്ട്. അതിൽ 5 പേർ റിമാൻഡിലാണ്. മറ്റു 2 പേരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. 3 പേർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കുറിച്ചുള്ള സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇനി 3 പേരാണ് പിടിയിലാകാനുള്ളത്. ഏതും മുഖം മൂടി ധരിച്ചെത്തിയാലും ഇനി നിങ്ങൾ എന്ത് മറച്ചെത്തിയാലും പിടിയിലാവുക തന്നെ ചെയ്യും. ഇത് കേരള പോലീസാണ് എന്നതിന്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണം കൂടിയാണ് മരടിലെ ഈ കവർച്ചാ കേസ് എന്ന് പറയുന്നത്. അഭിഭാഷകനടക്കമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്.